തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ വിളവൻകോട്, കൽക്കുളം താലൂക്കുകളിലായുള്ള 12 ശിവക്ഷേത്രങ്ങളിൽ ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് നടത്തുന്ന ദർശനമാണിത്. തിരുമല, തിക്കുറിശ്ശി, തൃപ്പരപ്പ്, തിരുനന്തിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടയ്ക്കോട്, തിരുവിതാംകോട്, തൃപ്പന്നിക്കോട്, തിരുനട്ടാലം എന്നിവയാണ് 12 ശിവാലയ ക്ഷേത്രങ്ങൾ. ശിവരാത്രി ദിവസത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം തിരുമല ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഓട്ടം ശിവരാത്രി ദിവസം വൈകുന്നേരത്തോടുകൂടി തിരുനട്ടാലം ക്ഷേത്രത്തിൽ അവസാനിക്കുന്നു. ശിവാലയ ഓട്ടത്തിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ശിവഭക്തനായ വ്യാഘ്രപാദ മുനി മുൻ ജന്മത്തിൽ ഗൗതമ മുനിയായിരുന്നു. അദ്ദേഹം ദീർഘകാലം ശിവനെ തപസ് ചെയ്ത് 2 വരങ്ങൾ സമ്പാദിച്ചു. ഒന്ന്, കൈനഖങ്ങളിൽ കണ്ണു വേണം, ശിവപൂജയ്ക്ക് പോറലേൽക്കാത്ത പൂക്കളിർക്കാൻ. 2, കാലിൽ പുലിയെപ്പോലെ നഖങ്ങളുള്ള പാദങ്ങൾ വേണം, ഏതു മരത്തിലും കയറി പൂജയ്ക്ക് വേണ്ടുന്ന പൂക്കൾ ശേഖരിക്കാൻ. അങ്ങനെയാണ് വ്യാഘ്രപാദ മുനി എന്ന പേര് സിദ്ധിച്ചത്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പാണ്ഡവർ അശ്വമേധയാഗം നടത്തി. ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഭീമസേനൻ വ്യാഘ്രപാദ മുനിയെ യജ്ഞത്തിന് ക്ഷണിക്കാനായിപ്പോയി. ശ്രീകൃഷ്ണൻ ഭീമസേനനെ 12 രുദ്രാക്ഷങ്ങൾ ഏൽപ്പിച്ചിരുന്നു. ഭീമൻ താമ്രവർണി നദീതീരത്ത് തപസ് ചെയ്യുകയായിരുന്ന വ്യാഘ്രപാദ മുനിയുടെ അടുക്കലെത്തി തപസ്സിൽ നിന്നുണർത്താനായി ഗോവിന്ദ, ഗോപാല എന്ന് വിളിച്ചു. ശൈവഭക്തനായ മുനി വിഷ്ണുനാമം കേട്ട് കോപിച്ചു. ഭീമന്റെ പുറകെ ഓടിച്ചെന്നു. ഭീമൻ ഓടുന്നതിനിടയിൽ കൈവശമുള്ള രുദ്രാക്ഷത്തിലൊന്ന് ഒരു സ്ഥലത്ത് വെച്ചു. രുദ്രാക്ഷം ഒരു ശിവലിംഗമായി മാറി. ശിവലിംഗം കണ്ട് ക്രോധം ശമിച്ച മുനി കുളിച്ചു ശുദ്ധനായി വിഗ്രഹത്തെ പൂജിച്ചു. അങ്ങനെ 12 രുദ്രാക്ഷവും ഉപയോഗിച്ചു. ഓരോ ശിവലിംഗ പ്രതിഷ്ഠയും ഓരോ ക്ഷേത്രമായി തീർന്നു. എന്നിട്ടും മുനിയുടെ കോപത്തിന് അവസാനമുണ്ടായില്ല. ഭീമൻ ശ്രീകൃഷ്ണനെ ധ്യാനിച്ചു. ശ്രീകൃഷ്ണൻ മുനിക്ക് ശിവന്റെ രൂപത്തിലും ഭീമന് വിഷ്ണുവിൻ്റെ രൂപത്തിലും ദർശനം കൊടുത്തു. അങ്ങനെ ശങ്കരനാരായണ പ്രതിഷ്ഠയുണ്ടായി. മഹർഷി തൃപ്തനായി അശ്വമേധയാഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഭീമന്റെ ഓട്ടത്തെ അനുസ്മരിച്ചാണ് ശിവാലയോട്ടം നടക്കുന്നത്. ശിവക്ഷേത്രങ്ങളിലേക്കാണ് പോകുന്നതെങ്കിലും ഗോവിന്ദ, ഗോപാല എന്നീ വൈഷ്ണവ മന്ത്രങ്ങളാണ് ഉരുവിടുന്നത്. അതിനാൽ ഇവരെ ഗോവിന്ദന്മാർ എന്നാണ് വിളിക്കുന്നത്. തിരുനട്ടാലം ശിവക്ഷേത്ര കുളത്തിന് മറുകരയിലായി മറ്റൊരു ക്ഷേത്രം കാണാം. ഇത് ശങ്കരനാരായണ ക്ഷേത്രമാണ്. ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വലം വെച്ചാണ് ഭക്തി പരിപൂർണമാകുന്ന ശിവാലയ ഓട്ടം സമാപിക്കുന്നത്.